കരം നീട്ടി താങ്ങണമേ യേശുനായക. നിന്തിരുമാർവതിൽ ചാരുവോളം ഈ നിന്ദാസരേ. നിന്തിരുമാർവതിൽ ചാരുവോളം ഈ നിന്ദാസരേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 46 അതിൻ്റെ 8 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ അത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ നമ്മുടെ മുൻകാല അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്രയൊക്കെ വ്യത്യാസമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ക്ഷാമകാലത്തെ നമ്മൾ കാണുന്നു. ഈ ക്ഷാമകാലം എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം അല്ല, പലതിനും ക്ഷാമമാണ്. കരുതലിന്, സ്നേഹത്തിന്, സാമ്പത്തികമായിട്ടാണെങ്കിലും ഭൗതികമായിട്ട് നോക്കിയാൽ, ആത്മീയമായിട്ട് നോക്കിയാൽ എല്ലാത്തിലും ഒരു ക്ഷാമമാണ്. പക്ഷേ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈ മഹാകഷ്ടങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് പോകുന്ന ഏവർക്കും, ദൈവമക്കളെ, ഈ ഞെരുക്കത്തിലൂടെയാണ് പോകുന്നതെങ്കിലും അന്നന്ന് ദൈവം നമ്മളെ പോറ്റി പുലർത്തുന്നോർത്തു സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് നമുക്ക് ശമൂവേൽ പ്രവാചകനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കും വിശ്വാസത്തോടെ പറയാൻ ഇടയാകട്ടെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. യേശുവേ സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് വരാതിരുന്നാൽ, ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ആരും വരുത്തുന്നില്ല എന്നും നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം ഇട്ടപ്പോറിന് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ, സ്നേഹത്തിന് ഒരു കുറവ് വന്നാൽ, കരുതലിനൊരു കുറവ് വന്നാൽ, അപ്പോഴൊക്കെ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല, അന്നും എനിക്ക് കഷ്ടത, ഇന്നും കഷ്ടത എന്നൊക്കെ പറഞ്ഞ് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്ന അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ടാകാം. പക്ഷേ യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്: മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരാതെ തക്ക സമയത്ത് പ്രാർത്ഥനയുടെ സമയങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന കൃത്യമായിട്ട് നടക്കട്ടെ. ആ പ്രാർത്ഥന ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത് മഹാക്ഷാമത്തെ നമ്മൾ കാണുന്നു. കഷ്ടത, കണ്ണുനീര്, വേദന, ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ എല്ലാം ഭൂമിയിലേക്ക് നോക്കി അത്ര ശൂന്യതയാണ് ദൈവമക്കളെ. എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ വിശ്വസിക്കുന്ന മക്കളെ ദൈവം പോറ്റി പുലർത്തുന്നില്ലേ? ദൈവം കരുതുന്നില്ലേ? ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഇപ്പം നമ്മൾക്ക് ഒത്തിരിയുടെ മനസ്സിലാകുന്നില്ലേ ഈ കർത്താവ് നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്നുവോ? നമ്മുടെ ഒരു കുറവ് പോലും കണക്കിലെടുക്കാതെ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ച് നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലൊരു സാക്ഷിക്കായിട്ട് നമ്മളെ ഒരുക്കിയെടുക്കുന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവസ്നേഹം എത്ര വലുതാണ്. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. വചനം 9-10 വാക്യം പറയുന്നു: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതിയുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം സകല ജാതികളിൽ ഏറ്റുപറയുവാൻ, പാടുവാൻ കർത്താവ് ഓരോരുത്തരെയും ഒരുക്കുന്നല്ലോ ദൈവമക്കളെ. ഇപ്പോഴും എന്നെക്കുറിച്ച് പറയുവാണെങ്കിലും ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് എനിക്ക് എൻ്റെ കർത്താവിനെ ആരാധിക്കുവാൻ ഞാൻ സ്വന്തമായിട്ട് വചനം പഠിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ മറ്റുള്ളവരുടെയോ പ്രേരണ കൊണ്ടോ ഒന്നും ഇറങ്ങിയതല്ല. ഞാൻ ജാതികളായിരിക്കെ എന്നെ തേടി വന്ന അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അനുഭവിച്ച നാളുകൾ എനിക്ക് ഏറ്റവും വളരെ അത്ഭുതമാണ് ദൈവമക്കളെ. ഇന്ന് വരെയും ഓർത്താൽ ആമേ സ്തോത്രം, അത്ഭുതം അതിശയമായിട്ട് നമ്മളെ ദൈവം പുലർത്തുന്നില്ലേ? സകല ജാതികൾക്കും മേലായ ആമേ സ്തോത്രം, സകല ജാതികൾക്കും ദൈവമായ കർത്താവ് നമ്മളെയൊക്കെ തേടി വന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് നമ്മളൊക്കെയും മുടിഞ്ഞു പോകാതിരിക്കുന്നത് അതിനാണ് കാരണം. ദൈവത്തിൻ്റെ ദയ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ ഒന്ന് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്രമാത്രം നമ്മളെ കരുതുന്ന ദൈവസന്നിധിയിൽ ദൈവമക്കളെ ദൈവമഹത്വം കാണണ്ടേ?
ആ 1-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച ദൈവമഹത്വം കാണണ്ടേ? പൂർവ്വപിതാക്കന്മാരും അപ്പോസ്തലന്മാരും കണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണുന്നില്ലേ? ഹല്ലേലൂയ. അങ്ങനെ യേശു കർത്താവിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വലിയ സാക്ഷികളെ തീരുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വിധങ്ങളെ ഓർത്താൽ ദൈവമായ കർത്താവെ, എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തിയതും എൻ്റെ കർത്താവ് ഇത്ര നാൾ വാഴ്ത്തിയതും പോരാ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഈ ആയുഷ്കാലം ഞങ്ങൾക്ക് പോരാ കർത്താവെ. അത്രമാത്രം നടത്തിയ കൃപകൾ എത്രയോ വലുതായിരുന്നു. കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും വേദനയുടെയൊക്കെ നടുവിലൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി മാത്രമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യഹോവ നമ്മോട് കൂടെയുണ്ട് എന്ന വചനഭാഗം കേൾക്കുമ്പോൾ എൻ്റെ കർത്താവെ, അതേ ഞങ്ങളെ കാണുന്നു കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്നു കർത്താവെ. കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എത്ര സങ്കടത്തിലിരിക്കുകയാണെങ്കിലും കർത്താവെ, നിൻ്റെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ സങ്കടങ്ങളെ കർത്താവ് അങ്ങ് ഏറ്റെടുക്കണേ. ഈ കണ്ണുനീര് ദൈവം തുടയ്ക്കണമേ. സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.